വീഡിയോ എന്ന് വെച്ചാൽ സ്വർണ്ണ ക്രീമിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ സ്വർണ്ണ ക്രീം വാങ്ങിയെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു 15 ഡേ കഴിഞ്ഞിട്ട് ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്യാം, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളൊരു അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ സ്വർണ്ണ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 23-24 ഡേയ്സ് ആയേ. അപ്പോൾ എനിക്ക് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇൻസ്റ്റയിലും കമൻസ് ആയിട്ടൊക്കെ കുറേ പേർക്ക് എല്ലാവർക്കും പിറയുള്ള ചോദിക്കാനായിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ, എങ്ങനെയുണ്ട്, നല്ല ക്രീം ആണോ എന്ന് പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് കേട്ടോ, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. ഈ ഒരു ഇത്രയും ദിവസത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, എന്താണ് എനിക്ക് ഈ ക്രീമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 23-24 ഡേയ്സ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിനുള്ളിൽ എനിക്കങ്ങനെ ഭയങ്കര ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അതായത് ഭയങ്കരമായിട്ട് വെളുത്ത് തുടുക്കോ അല്ലെങ്കിൽ ഫുൾ പാടുകളൊക്കെ മാറി ഭയങ്കര ക്ലിയർ ആവുമോ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ചെറിയ ചേഞ്ചസ് ഒക്കെ എനിക്ക് കാണുന്നുണ്ട്. അതായത് എന്താ ചെറുതായിട്ട് പാടുകളൊക്കെ കുറച്ച് മങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറച്ചൊന്ന് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി മാറിയെന്നല്ല, കുറച്ചൊന്ന് ഭേദമായതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ആരും അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല ആടെ ഞാൻ യൂസ് ചെയ്തിട്ട് വെളുത്തല്ലോ എന്നുള്ളൊരു കമന്റ് എനിക്ക് ഇന്ന് വരെ ആടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാനിത് വാങ്ങി 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അഫിയുടെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ അഫിയുടെ വീട്ടിലായിരുന്നു, ഞാൻ ഈ ഒരു 3 വീക്സോളം അഫിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് പോലും അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം കാണാണ്ടിരുന്നിട്ട് വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് എൻ്റെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പക്ഷെ എന്നിട്ട് പോലും ഇവിടെ ആരും അയ്യോ വെളുത്തല്ലോ എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനത്തെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തന്നെ ചെറുതായിട്ടൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഫേസ് ഒക്കെ നല്ലോണം വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും അതുപോലെ രാവിലെയൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് നമ്മൾ ഫേസ് നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് മുന്നേ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നോക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പം ഫേസ് ഓയിലൊക്കെ ആയി കഴിയുമ്പം ആ ഒരു ഗ്ലോ കാണുന്നില്ല. പക്ഷെ എന്നാലും എനിക്കൊരു ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു 3 ഡേയ്സ് ആയപ്പോൾ തന്നെ എൻ്റെ കണ്ണിനടിയിൽ ഞാൻ പറഞ്ഞില്ലേ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, ഇവിടെയൊക്കെ കുറച്ച് കുഞ്ഞു പാടുകളൊക്കെ ഉണ്ട്, പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയിൽ ഈ ക്രീം കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തു. അത് പറയാറുണ്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗത്തൊക്കെ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഏരിയയിൽ കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 4th ഡേ ഒക്കെ ആയപ്പോൾ ഞാനിത് തലേദിവസം നല്ലോണം അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം നോക്കിയപ്പോൾ എൻ്റെ ആ ഒരു ഏരിയയൊക്കെ എന്താ പറയുക ഒരു പൊള്ളിയത് പോലെ ഇരിക്കുകയായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് പോലെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ടെൻഷനായി, എന്താ സംഭവിച്ചേ അയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫേസ് ഇങ്ങനെ ഡ്രൈ ആയതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചിരണ്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് പോകുമെന്ന് നോക്കിയപ്പോൾ പോകുന്നില്ല. അതെനിക്ക് നല്ല നീറ്റലുണ്ടായിരുന്നു. ഫേസ് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര നീറ്റലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ആ ഒരു സമയത്ത് ഇതുപോലെ നദിയ മാമിന്, അതായത് നമ്മൾ ഈ സ്വർണ്ണ ക്രീം ഓർഡർ ചെയ്യുന്ന ആ ഒരു നമ്പറിൽ തന്നെ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ എൻ്റെ കണ്ണിനടിയിലൊക്കെ പൊള്ളിയതുപോലെ വന്നു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനൊന്നും ഒരു റിപ്ലൈയും കിട്ടിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഹലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ 2 ദിവസം കഴിഞ്ഞ് പിന്നെ മെസ്സേജ് ചെയ്തു. എന്നിട്ടൊന്നും ഈ മെസ്സേജൊക്കെ റീഡ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് എനിക്ക് അതിനൊരു റിപ്ലൈ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം നമ്മളിങ്ങനെ ഒരു ക്രീം വാങ്ങിയിട്ട് നമ്മളിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവരെന്തായാലും നമുക്ക് റെസ്പോണ്ട് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ട് അവരെനിക്കത് റെസ്പോണ്ട് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു, നമ്മളിപ്പോൾ ഓർഡർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ മെസ്സേജ് റീഡ് ചെയ്താൽ അതിനുള്ള റെസ്പോൺസ് തരുമല്ലോ. പക്ഷെ നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നം ചോദിച്ചിട്ട് പോലും അതിന് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പക്ഷെ ലക്കിലി ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം മാറി കേട്ടോ. ആ ഒരു പൊള്ളൽ പോലെ വന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ അങ്ങനെ ഇന്നേ വരെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഇത് അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ പൊള്ളലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാണ്ട് ഞാനിത് എന്താ പറയുക ഒന്ന് ഫേസ് നമ്മൾ വാഷ് ചെയ്തിട്ട് നമ്മൾ ടവൽ വെച്ച് തുടക്കില്ലേ, അപ്പോൾ ആ തുടച്ച് കഴിയുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് നേരം എനിക്കൊരു ബേണിങ് സെൻസേഷൻ ഉണ്ടായി ഫേസിൽ. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇത് ഞാനന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ ഒരു ഫേസ് വാഷ് ചെയ്തിട്ട് അതൊന്ന് തുടയ്ക്കണ ആ ഒരു നേരം ഉണ്ടല്ലോ, തുടച്ച് കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡ് നേരം എന്തോ ഒരു ചെറിയൊരു പുകച്ചിലോ എന്തൊക്കെയോ പോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് നദിയ മാം ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു. അതായത് നമ്മൾ സ്വർണ്ണ ക്രീമിൻ്റെ നമ്മൾ ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ നിന്നും നദിയ മാം എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട്.
അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു, ഞാൻ മുന്നേ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. എൻ്റെ ഫേസിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അന്ന് എനിക്ക് നദിയ മാം മെസ്സേജ് ചെയ്തു. അതായത് മാം ശരിക്കും ഒരു 3 to 4 മിനിറ്റ്സോളം എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ മാം പറഞ്ഞതെന്ന് വെച്ചാൽ അതൊന്നും അല്ല, നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള ഭാഗത്ത് സ്കിൻ ഡാമേജ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഡാമേജ്ഡ് സ്കിൻ പോയിട്ട് നല്ല സ്കിൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് സ്കിൻ ഡ്രൈ ആവുന്നത്. ഞാൻ ശരിക്കും മാമിനോട് പൊള്ളിയെന്നാണ് പറഞ്ഞത്. മാം പറഞ്ഞു പൊള്ളിയതല്ലല്ലോ, ഡ്രൈ ആയതല്ലേ, ഡ്രൈനെസ് ആണ് ഉണ്ടാവുന്നത്. പൊള്ളൽ എന്ന് പറഞ്ഞ സംഭവം ഒന്നും സ്വർണ്ണ ക്രീമിനില്ല. അപ്പോൾ ഈ ഡ്രൈനെസ് ആണ് ഉണ്ടാവുന്നത്. അത് നമ്മുടെ സ്കിന്ന് ഇങ്ങനെ പുതിയ സ്കിൻ വരുന്നതാണ്. അത് ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗത്ത് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാമിനെ അടുത്ത മെസ്സേജ് ചെയ്തു. അതായത് എന്താ പറയുക, എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു, കുറേ കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കളർ കംപ്ലീറ്റ്ലി പോയി, ഒരു 1 വീക്ക് യൂസ് ചെയ്യാനപ്പോൾ തന്നെ ഫുള്ളായിട്ട് കളർ കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഹൈഡ്രോക്കിനിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ മാമിനോട് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കമൻറ്റ്സ് വന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ മാം അതിനെല്ലാത്തിനും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മറുപടി തന്നു. അപ്പോൾ മാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫേസ് ബ്രൈറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഈ ഒരു ക്രീമിന്റെ മാത്രം എഫക്റ്റ് കൊണ്ട് നമ്മൾ ബ്രൈറ്റ് ആവുന്നതാണ്. അല്ലാണ്ട് നമുക്കൊരു കളർ ഉണ്ടല്ലോ, നമ്മുടെ പേരൻസ് നമുക്ക് കിട്ടിയ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് നമ്മുടെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന കളേഴ്സ് ഒക്കെ, നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന കളേഴ്സ് അല്ല, നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു നിറം എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് ക്രീം യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാവുന്ന ഒരു നിറം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നിറമാണ്. അത് നമ്മുടെ സ്കിന്നിന്റെ ഒറിജിനൽ നിറം അല്ല. ഇപ്പോൾ ഗ്ലൂട്ടാറ്റിയോൺ എന്ന് പറയുന്ന അങ്ങനത്തെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്താൽ പോലും, അത് ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ആ ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ പോലും അതൊരു മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഴയ നിറത്തിലോട്ട് തിരിച്ചെത്തും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പൊ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഒരു 28 days കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പിന്നെയും പഴയ കളറിലോട്ട് പോകും. അപ്പൊ അതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ എന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എന്തൊരു സംഭവം, ഈ സ്വർണ്ണ ക്രീം എന്നല്ല, നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നിർത്തുന്നതിന് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. നമ്മൾ അതൊന്നും ഫോളോ ചെയ്യാണ്ട് നമുക്ക് തോന്നിയ പോലെ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ സ്കിൻ ടോൺ പഴയ നിറത്തിലോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 3 മാസം ഇത് കണ്ടിന്യൂസ്ലി ഡെയിലി യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ഒരു ദിവസം ഇടവിട്ട് നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിത് 2 ദിവസം ഇടവിട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് പതിയെ കുറച്ച് വന്നിട്ട് വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലാണ് നമുക്ക് 1 വർഷത്തോളം യൂസ് ചെയ്യാം കേട്ടോ പിന്നെ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വർഷത്തിൽ ഒരു ബോട്ടിലെങ്കിലും ഈ ഒരു സ്വർണ്ണ ക്രീം വാങ്ങേണ്ടി വരും. അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ഈ 3 മാസം യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ കണ്ടിന്യൂസ്ലി ലൈഫ് ലോങ് വെളുത്തിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കിൻ ടോൺ നിലനിർത്താൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പൊള്ളലിന്റെ കാര്യം ഞാൻ മാമിനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ മാം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്കിൻ ഇത് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ ഉണ്ടാവുന്നത്. അത് മാറിക്കോളും, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. അത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കോളും, പേടിക്കാനൊന്നും ഇല്ലാന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്കെന്തായാലും ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് ഇതുവരെ വേണ്ടായിരുന്നു എന്നൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് കാശ് നഷ്ടമായി എന്നൊന്നും എനിക്ക് ഇന്നേവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് വെച്ചാൽ, ഇതിന് 1500 rupees നമ്മൾ മുടക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പാർലറിൽ പോയിട്ടാണെങ്കിലും ഒരു ഫേഷ്യൽ ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു 1000-1500 ഒക്കെയാണ് നല്ലൊരു ഫേഷ്യലിനൊക്കെ കൊടുക്കേണ്ടത്. പക്ഷെ അതിൽ കിട്ടുന്ന ഒരു ഗ്ലോ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, കൂടിപ്പോയ ഒരു 1 or 2 weeks ഉണ്ടാവും. അത് കഴിയുമ്പോൾ ആ ഒരു ഗ്ലോ പോകും. പക്ഷെ ഒരു സ്വർണ്ണ ക്രീം യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു 3 മാസം യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു 1 yearലേക്കാണ് ഈ ഒരു സ്വർണ്ണ ക്രീം വാങ്ങേണ്ടത്. അപ്പോൾ ഒരു 1 yearലേക്ക് നമ്മളൊരു 1500 rupees മുടക്കുന്നു എന്ന് വെച്ചിട്ട് അതിന് പ്രത്യേകിച്ച് ഭയങ്കര നഷ്ടങ്ങളൊന്നും വരാനില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു നാളിനുള്ളിൽ, ഈ ഒരു 20-25 daysനുള്ളിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അറിയാവുന്ന മാക്സിമം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ.
കുറച്ച് പേരിങ്ങനെ വിചാരിക്കുന്നുണ്ട് നമുക്ക് കാശ് കിട്ടിയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പൊക്കി പറയുകയാണെന്നുള്ള രീതിയിൽ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അല്ല. ഇത് ഞാൻ എൻ്റെ സ്വന്തം കാശ് മുടക്കി ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അല്ലാണ്ട് എനിക്ക് ആരും ക്യാഷ് തരുന്നില്ല. എനിക്കൊരു എന്താ പറയുക, ഒരു 100 റുപ്പീസ് പോലെ എനിക്ക് ഡിസ്കൗണ്ടും കിട്ടിയിട്ടില്ല ഈ ഒരു വീഡിയോ ചെയ്തു എന്ന് വെച്ചിട്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി ഒരു 40-45 ഡേയ്സ് ഒക്കെ ഞാൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അതായത് 1.5 month ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കുറച്ചും കൂടി എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ വേറെ ഒന്നുമില്ല. നമുക്കപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.